അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റ് വളപ്പിൽ ശക്തമായ പ്രതിഷേധം. ഇന്ത്യ സഖ്യ എംപിമാരും ഭരണപക്ഷ എംപിമാരും പ്രകടനത്തിനിടെ ഏറ്റുമുട്ടി. ഉന്തും തള്ളിനുമിടെ ബി.ജെ.പി. എം.പി. പ്രതാപ് സിംഗിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയോടെയാണ് ഇരുവിഭാഗവും പാർലമെന്റ് പരിസരത്ത് പ്രകടനവുമായി ഇറങ്ങിയത്. അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അതേസമയം കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് എൻ.ഡി.എ നേതാക്കളുടെ പ്രകടനം അരങ്ങേറിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് എം.പി. പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്നാണ് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് മകർ ദ്വാറിലേക്ക് മാർച്ച് നടത്തി. നീല വസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചത്. ഇവിടെ വെച്ച് മുദ്രാവാക്യം വിളികളുമായി നിന്ന ഭരണപക്ഷത്തിനിടയിലേക്ക് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ എംപിമാർ കയറിയതോടെ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ പരസ്പരം പിടിച്ചു തള്ളുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ബി.ജെ.പി. എംപിയായ പ്രതാപ് സാരംഗിക്ക് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ വീൽചെയറിലിരുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. പണം ഞങ്ങൾ തരും. രാഹുൽ ഗാന്ധിയാണ് താൻ വീഴാൻ കാരണക്കാരനെന്ന് പ്രതാപ് സാരംഗി ആരോപിച്ചു. രാഹുൽ മറ്റൊരു എംപിയെ പിടിച്ച് തള്ളിയെന്നും അദ്ദേഹം തന്റെ ദേഹത്തേക്ക് വീണതോടെയാണ് താനും വീണുപോയതെന്നും പ്രതാപ് സാരംഗി പറഞ്ഞു. സംഭവത്തിൽ പോലീസിന് പരാതി നൽകുമെന്നും പ്രതാപ് പ്രതികരിച്ചു. അതേസമയം പ്രതാപിന്റെ ആരോപണം രാഹുൽ ഗാന്ധി തള്ളി. പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ വെച്ച തങ്ങളെ തടയാൻ ശ്രമിക്കവെയാണ് എം.പി. വീണതെന്നും അദ്ദേഹം മറ്റൊരു കോൺഗ്രസ് എംപിയെ തള്ളിയിട്ടതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകും. പാർലമെന്റ് കവാടത്തിലൂടെ ഞാൻ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബി.ജെ.പി. എംപിമാർ എന്നെ തടയാനും തള്ളാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെ തടയാനുള്ള ശ്രമങ്ങളും നടന്നു. അതിനിടയിലാണ് അപകടം സംഭവിച്ചത്. രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ പിരിഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.